Is it true? Is it true? Yeah, yeah. 너무 아름다워 두려워. അതൊന്നും ചോദിക്കാനുണ്ട അനക്ക് പറയാൻ വേണ്ടി കഴിഞ്ഞില്ലേ? വേഗം ചോദിക്കാൻ കൂട്ട്. ചോദിക്കാൻ നിൽക്കണ്ട, നീ എന്നെ അങ്ങോട്ട് പറഞ്ഞാ മതി. എന്നാ പറയാ, ശ്രദ്ധിച്ചു കേട്ടോ. അനക്ക് ഒരാളെ ഭയങ്കര ഇഷ്ടം. എടാ ഞെട്ടടാ. മെഹറു ഞെട്ട്. എന്താന്നറിയില്ലടാ, ഞെട്ടാൻ തോന്നുന്നില്ല. പോരടാ, നീ ബാക്കി പറ. അതാരാന്ന് പറഞ്ഞാ നിങ്ങൾ ഞെട്ടു. ദേവു. എടാ ഭയങ്കര, നീ ബുദ്ധിമാൻ തന്നെ. നൻപെണ്ട. ദാ കുട്ടാ, വെറുതെ പൊട്ടം കളിക്കല്ലേ. നിനക്കും അറിയാം നമുക്കും അറിയാം നിന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്. ഇത് നമ്മളോട് എന്തുകൊണ്ട് പറഞ്ഞില്ലാന്ന് മാത്രം നീ പറഞ്ഞാ മതി. എടാ അത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം. ഡാ കുട്ടാ, നീ നമ്പർ ആർക്കല്ലേ ഇങ്ങോട്ട് പറയടാ. ഞാൻ ഇവിടെ അറിയാണ്ട് നിനക്കെപ്പം മുതലാടാ സീക്രട്ട് തുടങ്ങി. എടാ അങ്ങനൊന്നും അല്ലടാ, ഞാൻ പറയണം വിചാരിച്ച് നിക്കുന്നേയിരുന്നു. അതിന്റെ ഇടക്കല്ലേ നീ അല്ലേ ചാവണോ പ്രേമിക്കണോ നാടുണ്ടോന്ന് വിചാരിച്ച് നിക്കുന്നുണ്ടേന്. അനക്കൊരു ഗ്യാപ്പ് ആയിട്ടുണ്ടടാ. ഓക്കെ ശരി, അതൊക്കെ ഓക്കെ. എന്നാ പറ, എന്തിനാ ലോകേഷിന്റെ പേരിലും കുറിസാറിന്റെ മോനെയും വെച്ചിട്ട് നീ ദേവുന് മെസ്സേജ് അയച്ചേ? എടാ സത്യമായിട്ടു വീണ സമയത്ത് എന്റെ ഒരു എന്റർടൈൻമെന്റിന് ഓളെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയതാ. പിന്നെ സൈഡിനെ കൂടി എന്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ ഇട്ട് കൊടുത്ത്. പക്ഷെ എന്റെ പെണ്ണിന് ഭയങ്കര ബുദ്ധി ആയതുകൊണ്ട് ഓക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇടക്ക് ഒരു സോള് പറഞ്ഞ് ഞാൻ എന്റെ കണ്ണോട്ടിനോട് പറഞ്ഞു കൊടുക്കും. പക്ഷെ എന്റെ ഭാഗ്യത്തിന് നീ എന്ന അതിനുള്ള മോഡിലില്ലായിരുന്നു. നിനക്ക് ആ പെണ്ണിനെ ചൂടാക്കിയിട്ട് എന്ത് സുഖാടാ കിട്ടുന്നത്? അതൊന്നും നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്കറിയാ എനിക്ക് ഓളെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന്? ആ എനക്കറിയാ, കണ്ണല്ലേ? കണ്ണൊന്നുമല്ല, മൂക്ക. എന്നാ പിന്നെ ചെവിയായിരിക്കും. പോടാ എഴുതി പോടാ. ഓളെ കോപ്രായം. മെഹറു, നീ രണ്ട് കോപ്രായം കാണിക്ക്. എനക്ക് നിന്നെ ഇഷ്ടാവുമോ നോക്കട്ടെ. കേശവേട്ടാ, വേണ്ട കുട്ടാ, യു കണ്ടിന്യൂ. അല്ലടാ കുട്ടാ, അപ്പോ ഓള് കോപ്രായം കണ്ടിട്ടാ നിനക്ക് ഇഷ്ടായെന്നാ നീ പറയുന്നത്? ഏയ് അങ്ങനെയല്ലടാ, നിങ്ങൾക്കെല്ലാം അറിയുന്നതല്ലേ. ഒരു പ്രായം തൊട്ട് ഞാൻ കേൾക്കുന്നതാ കാനഡയിലെ മീനുമ്മന്റെ മോള് കുട്ടന്റെ മുറപ്പുണ്ട് എന്ന്. അന്നത് കേൾക്കുമ്പോ എനിക്കിങ്ങനെ തരിച്ച് കയറുമെങ്കിലും മനസ്സിന് ഒരു സുഖം തോന്നലുണ്ട്. പിന്നെ ഞാൻ അതിന് വലിയ വിലയൊന്നും കൊടുത്തില്ല. കാനഡയില് ജനിച്ച് വളർന്ന് ക്യാപ്പിച്ചിനോ കുടിച്ച് ശീലിച്ചവള് പെട്ടിയും കിടക്കി എടുത്തിട്ട് കണ്ണൂര് വന്നിട്ട് രാധുവിന് ഊള കട്ട കാപ്പി കുടിക്കുന്നു ഞാൻ അറിഞ്ഞ. അത് കറക്റ്റ്. അതെന്റെ പെങ്ങളെ ക്വാളിറ്റിയാണ്. നമ്മളെല്ലാം പുച്ഛിച്ച് തള്ളുന്ന കട്ടൻ കാപ്പിയോൾ ആസ്വദിച്ച് കുടിക്കുന്ന കണ്ടാ മതിയല്ല. ഓക്കിട് എന്തെല്ലാം ബിൽഡപ്പാന്ന്. പുറത്തുനിന്ന് വന്ന ഒരു കുട്ടിക്ക് നമ്മൾ ഈ നാട്ടുമ്പുറത്തുകാരോട് എന്തൊക്കെ ജാട ഇറക്കാം. പക്ഷെ ഓള് വന്നപ്പോ തൊട്ട് ഇന്ന് വരെ നമ്മൾ ഒരാളായിട്ടല്ലേ ജീവിച്ചേ. ലച്ചുവളെ ശാലീന സുന്ദരിയായിട്ടും തുളസിത്താരൊക്കെ വെള്ളം ഒഴിക്കുന്ന പെണ്ണായിട്ടെല്ലാം പറഞ്ഞപ്പോ ഇവനത് തൂക്കിപ്പിടിച്ച് നടന്ന്. പക്ഷെ എന്റെ മനസ്സിലുള്ള ദേവയാമി അങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പൊ നീ പറഞ്ഞു തരുന്നത് നിന്റെ മനസ്സിൽ പണ്ടേ നിക്കറിട്ട ദൈവമാണ്. പോടാ. ഓഹോ, അപ്പൊ നീ ഓളെ സിംപ്ലിസിറ്റിയിലാണല്ലേ വീണേ.
ഞാൻ കരുതി രാധമ്മ നിനക്ക് വേണ്ടി അലക്കും കല്ലിൽ അലക്കിയിട്ട് അമ്മിക്കല്ലിലിട്ട് ചമ്മന്തി അരച്ച് ആട്ടുകല്ലിൽ അരച്ച ദോശ ചുടുന്ന പെണ്ണ് തപ്പി നടക്കേണ്ടി വരുന്നു. ഡേ ഭാര്യയും ഭർത്താവും കൂടി ഓവറാക്കല്ലേ. എനക്കെന്റെ ദോറോത്തി മതി. ഓളെ മുഖം കണ്ടാ മതിയല്ല. ഞാൻ എത്ര നേരം വേണമെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കും അറിയാ. പിന്നല്ലാണ്ട് ആ കാട്ടുമാക്കാട്ടിന്റെ വാക്ക് കേട്ട് നീ എത്ര എണ്ണത്തിനെ റിജക്ട് ചെയ്തിട്ടുണ്ട്, എത്ര ആൾ ഓടിച്ചു വിട്ടിട്ടുണ്ട്. പറയടാ. ബൈ ടോപ്പിക്കിലെത്തിയില്ല. നീ എന്തിനാ അങ്ങനെ ഒരു ഐഡിയ എടുത്തിട്ട് ദേവുന് മെസ്സേജ് അയച്ച് പറയടാ? പഴയ ഉടായ്പ തുടങ്ങിയ കൂട്ടാ? അങ്ങനെ വല്ലതും ആണേ നീ പിന്നെ കണ്ണൂര് കാണൂലേ? ഏയ് ഞാൻ അത്രക്കാരൻ്റെ ഓളെ മനസ്സറിയേ ഹളിയും പറഞ്ഞെന്ന ബുദ്ധിയല്ലേ. ആ നാറീനെ കൂട്ടുപിടിച്ചാ നീ ഓളെ വളക്കാൻ പോന്നെങ്കിൽ മോനെ അളിയാ, എന്റെ പെങ്ങളെ ഞാൻ നിനക്ക് കെട്ടിച്ചേരൂല. ഓ പിന്നെ ഞാൻ എന്റെ അളിയനച്ഛനെയും അളിയമ്മാമനെ ഇറക്കൂടാ. അതെയാ? എന്നാ ഞാൻ എന്റെ അളിയൻ പപ്പേനെ ഇറക്കും. അളിയ മൊപ്പയാ? അതാരടാ? ആ, വിൽഫ്രെഡ് ഗോൺസാൽവസ്. ഇതൊക്കെ എപ്പോ? പിന്നെ നമ്മൾ തമ്മിൽ എടാപോടാ ബന്ധല്ലേ. നല്ല മനുഷ്യനാടാ അങ്ങേര്. അയാൾ എങ്ങനെ അങ്ങേര് തള്ളേനെ സഹിക്കുന്നു? ഞാൻ ദേവിനെ വിളിക്കുമ്പോ സംസാരിക്കലുണ്ട്. ശരി കഴിഞ്ഞില്ലേ കഥ പറച്ചില്? ഇറങ്ങിപ്പോയേ എനിക്ക് നല്ല ക്ഷീണം കിടന്നു പറഞ്ഞിട്ട്. ആയിച്ച ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനക്കൊരു നഗ്ന സത്യം കൂടി പറയാനുണ്ട്. ഇനി എന്നാ വേം പറ. എനക്കൊരു ഏട്ടനില്ലേ, അയാൾക്കൊരു ലൈനുണ്ട്. KCB-ലാ? ഇറങ്ങിപ്പോടാ നെഹ്റു. എടാ അയാൾക്ക് 5 കൊല്ലായിട്ട് പെണ്ണുണ്ട്. ആരിക്ക്? ആ പ്രാന്തൻ ഡോക്ടർ രാധേമാധവിനാ? അയാൾ ചികിത്സിച്ച് പ്രാന്ത് കൂടി പോയ ഏതെങ്കിലും പെണ്ണാന്നാളാ? കൊറച്ച് പ്രാന്തുള്ള കൂട്ടത്തിലാന്ന്. എപ്പോയില്ല, ചില സമയത്ത്. നിനക്കെല്ലാം അറിയും. നമ്മക്കറിയുന്ന പ്രാന്തത്തിയാ? അതാരടാ? ശ്രാവണി കൃഷ്ണ. അത് ചാരുവിന്റെ പേരാന്നല്ല? ഓൾ അതേ പേരല്ലേ? ഓൾ എന്നെ പൊട്ടാ. പോടാ തമാശിക്കണ്ട്. ഓളയാളെ തല്ലിക്കൊല്ലോ തുപ്പിക്കൊല്ലോ നോക്കി നിൽക്കുന്ന ഞാൻ. അതെല്ലാം ആയിട്ടുള്ള അഭിനയാടാ. കൊറേ കൊല്ലായിട്ട് അവര് അഗാധമായ പ്രേമത്തിലാണ്. നിങ്ങളിതാരോടും പറയരുത്. അറിഞ്ഞ ഓനക്ക് ചോറിൽ എലിവശം കലക്കിത്തരുന്നാടാ പറഞ്ഞ. ഭ്രാന്തനാന്ന്, വിശ്വസിക്കാൻ പറ്റൂല. അയാളൊരു പ്രാന്തനായതുകൊണ്ടും നീ ഇങ്ങനെ നൻപനായതുകൊണ്ടും നമ്മൾ ക്ഷമിച്ച് അല്ലേ മേറോ? ശരി എന്നാ, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് യാമി. ഗുഡ് മോർണിംഗ് പപ്പ. എന്താടാ എന്റെ കൊച്ചു ടയർഡാണോ? നോ, ഐ ആം ഫൈൻ. അല്ല ഇന്നലെ എന്താ പപ്പയുടെ മോള് വിളിക്കാഞ്ഞേ? ഓ അതോ, ചാരുനോട് സംസാരിച്ച് ഉറങ്ങിപ്പോയി പപ്പ. ഓ ഇറ്റ്സ് ഓക്കെ. പിന്നെ പറ, അവിടുത്തെ വിശേഷം പറ. So, ഇതാണ് the Basilica of Bom Jesus Church. ആരാണ്? ഓ, ഇടത്തൊരു പഴയ വള്ളി. ഓ, ഇതാരി മോനെ ഇല്ലത്? ഗുരുവായൂരപ്പൻ. കൈനീട്ടി അങ്ങോട്ട് നിക്ക്, നമ്പൂരി ഇപ്പൊ ചന്ദനം തീർത്തും കൊണ്ട് വരും. അതെയാ മോനെ പോത്താ? ഇടാടെ കുളം
എനിക്ക് കാല് കവിയിട്ട് വേണം തീർത്ഥം വാങ്ങാൻ. എടാ ഈ വഴി നേരെ നടന്ന കണ്ണൂരെത്തുക. ആ നേരെ നടന്നാ മതിയടാ, കൂടി പോയൊരു ദിവസം എടുക്കും. ഇനിയിപ്പോ നീ നടക്കടാ, പറ്റുമെങ്കിൽ എന്റെ കുടുംബശ്രീയിൽ ഒരു 100 രൂപ ഇട്ടേക്ക്. അമ്മൂട്ടി യു ടു. പിന്നല്ലാണ്ട് എടാ കുട്ടാ, നീ എന്റെ പേരം നടന്നാ മതിയേ. ഈ പ്രാന്തന്മാരെപ്പരം കൂടി കൂടി വന്നു വന്ന് നിനക്കും പ്രാന്താവുന്നുണ്ട്. വാ, അകത്തേക്ക് കയറാം. മോനെ പോത്താ, ഈ പള്ളിന്ന് മദറാവാൻ പറ്റുവാ? മാമി മദറാവ്, ഞാൻ ഫാദർ ആവാം. അയ്യേ അതല്ല, പള്ളിയിലച്ഛൻ, ഇത് പള്ളിയിലമ്മ. മദർ എന്നാ ഞാൻ പള്ളിയിൽ അച്ഛമ്മ. ഞാൻ പള്ളിയിൽ ഉണ്ണി, ഇവൻ പള്ളിയിലെ കുട്ടൻ, അത് പള്ളിയിലെ ചാരു, മറ്റേത് പള്ളിയിലെ ദേവു, പിന്നെ ഇല്ലത് പള്ളിയിലെ മെർഹു, പിന്നെ കപ്പേരും മനോഹരനും തൂപ്പേരി സുഷു. എന്നെ എങ്ങാനും തൂപ്പാരാക്കിയാല് ഈ പള്ളി ഞാൻ കത്തിക്കും. മാം പ്ലീസ്, ഇവിടെ ഇത്ര ലൗഡായി സംസാരിക്കാൻ പാടില്ല. വി കാൻ ഡിസ്റ്റർബ് അതേഴ്സ്. ആരോടാ ഈ പറയുന്നു? രാഘവേ, മദറാവണേ, അളിയൻ അച്ഛന്റെ ഒപ്പരങ്ങ് നടക്ക്. കണ്ട മാധവട്ട, ഈ ചെക്കൻ ഒരു നാണോ മാനോ ഇല്ല. ഞാൻ പണ്ടേ പറഞ്ഞല്ലേ. രാധു മെല്ലെ പറ, എന്റെ രാധു. ഓ ഞാനൊന്നും പറയുന്നില്ല. ഇനി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. രാമ കൃഷ്ണ ഗോവിന്ദ ഹരേ രാമ 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 പായമം രാമപാദം ജനനേ മുകുന്ദ രാമ പായമം ശങ്കര സദാശിവ നമ ശിവായ മംഗള ചന്ദ്രശേഖര ഭഗവതി കൊണ്ട് ഞാനിതാ രാമ മന്ത്രമോതിടുന്ന രാമയങ്ങൾ നീങ്ങുവാൻ രാമ രാഘവ മുകുന്ദ രാമ രാമ പായമം ജയ രാമ ജയ രാമ ജയ രാമ രാമ ജയ കൃഷ്ണ ജയ കൃഷ്ണ ജയ കൃഷ്ണ ജയ എന്റെ മുത്തപ്പ ഭഗവാനെ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പ മുത്തപ്പ പരിഷ്ണിക്കടവും മുത്തപ്പ എന്റെ ദൈവമേ എന്റെ കാത്തോണെ എന്റെ മക്കളെ എന്റെ കുടുംബത്തിലെ എല്ലാരെയും കാത്തോണെ നമ ശിവായ. കുട്ടാ ഓടിയാലോ കല്ല് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ചാർലി ചേട്ടാ, I have to make confession. പെണ്ണിന് ഏടിയടവും കൊണ്ടുപോകുന്നു. ഓക്ക് കുമ്പസാരിക്കണം പോലും. അതെയാ, അനുക്കൂ. അത് ഞാൻ പറഞ്ഞു. മഹാനായ പിതാവേ, ഭാവിയായി എന്നോട് കനിയണമേ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. പാപം മൊത്തം അങ്ങ് പറഞ്ഞു തീർത്തിട്ട് സകലരോട് ഞാൻ ഏറ്റു പറയുന്നു, എന്റെ പിഴ, എന്റെ പിഴ, എന്റെ പിഴ. ഓക്കെ മോനെ, അപ്പോ ശരി, ഞാനെന്നാ നന്നായിട്ട് വരാം. വല്ലത് നടക്കുക. ഇപ്പൊ വരും നന്ദിയായിട്ട്. ബാ നമുക്ക് പോയിട്ട് ഒളിഞ്ഞു നോക്കാം. വല്ല വിഹിതം കിട്ടിയാല ഒരു കുടുംബം അങ്ങ് കലക്കാല. എടാ തണ്ടി, ചിൽ സുഷു, കമ്മോൺ. അങ്ങേര് പോയാ നമുക്ക് വേറെ ചകൻ തോപ്പാം. പാപിയായ പിതാവേ, മഹാനായ എന്നോട് കനിയണമേ. എടാ കണ്ണ, അടി ഉറപ്പാടാ മോനെ. ഞാൻ അയാളെ ഭാര്യയല്ല, നീ അയാളെ മോനുമല്ല. സകലവരോട് ഞാൻ എന്റെ തെറ്റേറ്റ് പറയുന്നു. എല്ലാം നിന്റെ പിഴ, നിന്റെ പിഴ, നിന്റെ പിഴ എന്ന് സ്നേഹത്തോടെ കേശവം വീട്ടിൽ കെ മനോഹരൻ, സ്കൂളിന്റെ നേരെ മുൻവശമുള്ള ഗ്രൗണ്ടിന്റെ അപ്പുറത്തെ വീട്ടിലെ മതിരി കെട്ടിയ വീട് PO കണ്ണൂർ. നന്ദി, നമസ്കാരം. മോളെ ദേവു, ഇതാണ് ടിപ്പു സുൽത്താൻ വന്ന കണ്ണൂർ കോട്ട. റിയലി കണ്ണീട്ടാ? പിന്നല്ലാണ്ട്. അല്ല കണ്ണീട്ടാ, who is this ടിപ്പു? ടിപ്പുവിനെ അറിയില്ല? ഓ പുവർ ദേവു, ടിപ്പു is the very very popular king in India. He is very very popular in Kannur also. ഓ വൗ, കണ്ണീട്ടൻ കണ്ടിട്ടുണ്ടോ? പിന്നല്ലാണ്ട്. നല്ല കട്ടി മീശയും കട്ട താടിയുള്ളൊരു കട്ട കരിപ്പൻ. പാവം മെഹറു. ആ കുറിച്ച് തലവര് കയറ്റി വിട്ടാ മതിയായിരുന്നു. ഇതേടെ എത്തേണ്ട പെണ്ണാന്ന്. അതിന്റെ ഒരു തലവിധി. അല്ലേലും പൊമ്പിള്ളേരെ ജീവിതം ഇങ്ങനെയാണ്. ഞാൻ ഇതിനെതിരെ പ്രതിഷേധിക്കും. ഒരു ആർട്ടിക്കിൾ തന്നെ എഴുതുന്നുണ്ട്, നായനക്കിയ പെൺജീവിതങ്ങൾ ബൈ ഡോക്ടർ രാധേ മാധവ്. പാവ എന്റെ ചാരു, അതിന്റെ ഒരു തലയിലെഴുത്ത്. ഇനി നമ്മൾ എടുത്തേക്കാടാ. ഇനി ഉഗാണ്ടക്ക് മിണ്ടാണ്ട് റൂമ പോയി കുത്തിരുന്നോളണം. ഇനി പാതിരാത്രിയെ ഞാൻ പുറത്തിറക്കൂലു. ഗോവ കുറച്ച് ശ്വാസം വലിക്കട്ട്. ഞാൻ ഇങ്ങനെ വിചാരിച്ചോണ്ട് നിക്കുന്നേന് ഇതെന്താ വരാത്തേന്ന്. ഞാൻ വെച്ചിനി നന്നായി പോയിട്ടുണ്ടാവും. ഏടാ നായിന്റെ വല് കോയിലിട്ടാ നന്നാവോ? ഇല്ല. ഹലോ, ഓഹോ, ഓക്കെ, ധന്യവാദ്. കണ്ണാ കുട്ടാ, ബാ പോവാ.
ഞാനൊന്നുമില്ല, ഒറ്റക്ക് അങ്ങോട്ട് പോയാ മതി. മരിക്കാതൊക്കെ വന്നാണ്. ഇപ്രാവശ്യം ഒറ്റക്ക് താങ്ങാനുള്ള ശക്തി എനിക്കില്ല. ഒരു ചെറിയ നെഞ്ചുവേദന. ഉയ്യ്, അന്റെ ചെക്കൻ എടാ കണ്ണാ കുട്ടാ, എന്റെ ചെക്കന്റെ ഒപ്പരം തന്നെ പോയിക്കോളൂ, അതിനൊറ്റക്കാക്കറ്. എടാ മോനെ പോത്താ, എല്ലാത്തിനെയും റൂമിൽ എത്തിച്ചിട്ട് അടുക്കി പെറുക്കി പൂട്ടിയിട്ടേക്ക്. ഞാൻ വരാണ്ട് പുറത്ത് വിടണ്ട. അപ്പൊ ശരി, അന്താരാഷ്ട്ര പ്രശ്നം തീർത്തിട്ട് വരാം. നീ കേറുന്നില്ലേടാ? ഇല്ലടാ, നിങ്ങൾ കേറി, ഞാൻ വരുന്നില്ല. എന്താടാ നീ വാ, ഇങ്ങനെയല്ലേ അല്ലേ ശരിയാവല്ലേ? വേണ്ടടാ, നിങ്ങൾ പോയിട്ട് വാ, ഞാൻ ഇവിടെ നിക്കാം. എന്നാ ഈ ഫോൺ പിടിച്ചോ, ചാരു മറ്റോ വിളിച്ചെടുക്ക്. ഹലോ ഉണ്ണീട്ട, ചീത്ത പറയല്ലേ പ്ലീസ്. കുട്ടേട്ടനോട് പറയും ചെയ്യല്ലേ. ഞാനും ദൈവം ഒരു സാധനം വാങ്ങാൻ വേണ്ടി വന്നതാ. ഓൾ ഇത്രയും നേരം എന്റെ പറഞ്ഞിണ്ടായിനി, പക്ഷെ പെട്ടെന്നോളെ കാണുന്നില്ല. ഉഫ്, അങ്ങേരെ വായിലിരിക്കുന്ന മൊത്തം കേട്ട്. ഇവനിതോടെ ഓടുന്നു. ഓൾ ആ ഭാഗത്തൊന്നുമില്ല. ഓൾ ഈ ഭാഗത്തുമില്ലടാ. ഇല്ല. പോലീസിൽ ഇൻഫോം ചെയ്യാൻ തോന്നുന്നു. ദേവു, എന്ത് ദേവു നീ ഒന്നും പറയാത്തെ? എന്ന് നിനക്ക് ഇത്രയെല്ലാം വലിയ ആവശ്യം നമ്മളോട് ആരോടും പറയാണ്ട് വന്നിനി? ഉണ്ണി വാ, പോവാ. പറ, എല്ലാവർക്കും എന്നാ കഴിക്കാൻ വേണ്ടി? എന്ത് വേണേലും ഓർഡർ ചെയ്യാം. എനിക്ക് ലൈറ്റ് ആയിട്ട് ചോറും മീൻകറി. ലൈറ്റ് ആയിട്ട് 4 കൂട്ടം പായസത്തിൽ ഒരു സദ്യ ആയാലോ? ഓ വൈ നോട്ട്. 2 പപ്പടും കുറച്ച് മാങ്ങാച്ചാറും കൂടി. ചട്ടി തന്നാലുണ്ടല്ലോ, ആ മീനും എടുത്തിട്ട് കുഞ്ഞി കണ്ണ് തുറന്നിട്ട് വായിക്കടാ, എന്നിട്ട് പറ. മനുവേട്ടാ, കോയിന്റെ ഐറ്റംസ് എന്ത് സ്വീകരിക്കും? സുഷു, നീ ഓർഡർ ചെയ്യാതെയോ? എനക്ക് പോറിഡ്ജ് മതി. വലിയ എന്തോ സാധനാന്നും തോന്നുന്നു. എടാ ഉണ്ണി, അനക്കും അതന്നെ മതി. ഇവിടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. സുഷു തിന്നുന്നതെ ഞാനും തിന്നും. അതിന്റെ കൂടെ ഒരു കോഴി പൊരിച്ചതും. രാധുവേ, മോനെ ഉണ്ണി, നീ തിന്നുന്നത് തന്നെ അനക്കും മതി. ഇതിലുള്ള ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ലടാ. ചേര തിന്നുന്ന നാട്ടിൽ പോയാ നടുക്കണ്ട നോക്കി തിന്നണമെന്നാന്ന്. അതുകൊണ്ട് പച്ചലയായാലും ഞാൻ തിന്നു. ഞാൻ തിന്നുന്നതേ എന്റെ മാധവട്ടിന് തിന്നോളൂ. രാധു, ഞാൻ വേറെന്തെങ്കിലും? ഇല്ല മനുഷ്യ, ഞാൻ തിന്നത് മാത്രമേ നിങ്ങളും തിന്നാൻ പറ്റൂ. പോടി, എന്റെ കുട്ടൻ തിന്നുന്നത് ഞാനും തിന്നും. എനക്ക് വിശക്കുന്നില്ല അച്ഛാ, ഞാൻ പോന്നു. വിശക്കുന്നില്ലാന്നാ? അത്ഭുതം സംഭവിക്കലായി മാധവട്ട. ഓന് വിശപ്പുണ്ടാവില്ല, നേരത്തെ വരുന്ന വയ്ക്കെന്തല്ലോ കഴിച്ചിനി. മീനാച്ചി, നീ പറ. എനിക്കും വിശപ്പില്ല ഉണ്ണിയേട്ടാ, ഞാൻ റൂമിൽ പോവാ. അവിടെ ഇരിക്കു ദേവു, കഴിച്ചിട്ട് പോയാ മതി ഏട്ടാ. എന്റെ പെങ്ങക്ക് ഒരു ചിക്കൻ നൂഡിൽസ്. ലച്ചു, നിങ്ങൾക്ക് എന്നാ വേണ്ട? ഇത് വായിച്ചു കൊടുക്ക്. എനിക്ക് ഇതാണ് വേണ്ടത്. ഇത് വലിച്ചാ കിട്ടൂല. അതെല്ലാം കിട്ടും, ഫോട്ടോയിൽ കാണാൻ നല്ല രസമുണ്ട്. പെരി പെരി അൽഫാം വിത്ത് ബട്ടർ നാൻ. വളരെ മികച്ചൊരിത്. മധുപാത്രങ്ങളെല്ലാം മലന്നുപോയി. എന്തു അമ്മി? ഇതാര്? ദാസപ്പ കുട്ടിയാ? ഓ, അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ വിചാരിച്ച് കല്യാണം കഴിഞ്ഞപ്പോ നീ എല്ലാം മറന്നു. അതന്നെ, നിന്റെ കാര്യത്തിന്റെ ഇടക്ക് നമ്മളെ ലക്ഷ്യം മറന്ന്. പക്ഷെ ഇനി നമ്മ തിരിച്ചു വരണം. സുഖമാണി നിലാവ്. കണ്ണ, എന്റെ തനിക്കോണം നീ ഗോക്കാരെ കാണിക്കില്ല. കുസുമവദന മോഹ സുന്ദര, ഹോട്ടി സ്വീറ്റി നോട്ടി പയ്യട. തല്ലല മമ്മി, തല്ലല മമ്മി, തല്ലല. അങ്ങനെ തന്നെ
ഒന്ന് തലമണ്ട നോക്കി കൊടുക്കും മോളെ രാധു. ഇനി പാട്ട് പാടുവാടാ നീ. വിട്, വിളിച്ച കാര്യം പറ. തേങ്ങാ പീരേന്റെയും പൊട്ടും കുറ്റീന്റെയും ഇടയില് എന്തോ ഡുങ്കു നടക്കുന്നുണ്ട്. എന്തത്? എടാ ഡുങ്കു. എന്തുവാ മീങ്ങ പറയുന്നത്? എടാ മറ്റേത്, ഒരു പെണ്ണിന്റെയും ആണിന്റെയും അടുക്ക് നടക്കുന്നത്. ഏയ്, നിങ്ങളെ തോന്നലാന്ന്, അങ്ങനെയൊന്നുമില്ല. ഞാൻ കണ്ടിനി, ദേവുനിപ്പൊ എന്തോ മാറ്റമുണ്ട്. പെണ്ണ് കുറച്ച് സൈലന്റ് ആയി. പണ്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് സംശയം ചോദിക്കുന്ന പെണ്ണല്ലേ, ഇപ്പൊ ഏതോ ലോകത്താണ്. ട്രെയിനിൽ കയറുന്നവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അതെന്നെ, ഓൻ ഇന്ന് വൈകുന്നേരം തൊട്ടുണ്ട് ഒരു മാറ്റം. ആരോടും മിണ്ടുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. ഓളാണെന്ന് ഞാൻ ഇപ്പൊ കരയൊന്നും പറഞ്ഞിട്ടാ നടക്കുന്നത്. ഏതടാ ഒബ്സർവേഷൻ? അവര് ഇടക്ക് എന്തോ നടന്നിട്ടുണ്ടടാ മോനെ, അത് നമ്മ കണ്ടുപിടിക്കണം. മാമി, എന്റെ ഒരു ഇത് വെച്ചിട്ട് ഒരിടക്ക് ഇപ്പൊ ഒന്നുമില്ല. നമ്മ വെറുതെ ആ പാവം പിള്ളേരെ സംശയിച്ചെന്ന് എനിക്ക് തോന്നുന്നു. നീ എന്താടാ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? അതിലെന്തോ ഉണ്ടല്ല. പുല്ല്, സത്യം പറഞ്ഞ ഒന്നല്ലും പറഞ്ഞിട്ടെങ്കിൽ ഇവര് തല്ലും. ഞാൻ പെട്ടു മുത്തപ്പ. നീ അതിന്റെ ഇടക്ക് കാല് മാറിയാടാ വഞ്ചക. കാല് മാറിയ കണ്ണ നിന്റെ പുട്ടിന് ഞാൻ കൂറമുട്ടായി പൊടിച്ചിട്ടേരും. ശുഭം. ഏയ്, ഞാൻ അങ്ങനെ മാറാൻ വെച്ചു. എനക്കെല്ലാം ഓർമ്മയുണ്ട്. ശരിയാട്ടാ, അവരിടക്ക് ഇപ്പൊ എന്തോ ഉണ്ട്. നമുക്ക് അവരെ നിരീക്ഷിക്കാം. ആ, അങ്ങനെയാണ് നിനക്ക് കൊള്ളാം. ഗോയെന്നും എന്റെ കണ്ണ ശുപ്പുക്കുട്ടന്റെ മേലെ തന്നെ ഉണ്ടാവും. ആ മച്ചു, എന്തെങ്കിലും തുമ്പ് കിട്ടാണ്ട് നിക്കൂല. എന്നാ ബാ മച്ചു പോവാ. എന്തിനോ വേണ്ടി തിളക്കുന്ന മച്ചൂക്ക. ചക്ക് ചക്ക് ചക്ക്. കുഞ്ഞാവയുടെ മഞ്ഞ സാരി എന്റെ സുഷു അടിച്ചോണ്ട് പോയേ. സുഷുവിന്റെ പൊട്ടും കുറ്റി കുഞ്ഞാവയും അടിച്ചോണ്ട് പോയേ. കുഞ്ഞാവയുടെ മഞ്ഞ സാരി എന്റെ സുഷു അടിച്ചോണ്ട് പോയേ. സുഷുവിന്റെ പൊട്ടും കുറ്റി കുഞ്ഞാവയും അടിച്ചോണ്ട് പോയേ. ലല്ലലാലാ 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 ലല്ലലാലാ. ആര്? അളിയാ പപ്പയാ? നോ മമ്മി. ഇങ്ങോട്ടാ, ഞാൻ സംസാരിക്കട്ടെ. ഹലോ. എന്താ മോളെ നിന്റെ ഒച്ചയ്ക്കൊരു മാറ്റം? നിങ്ങളുടെ മകൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. വാട്ട്? എന്റെ മോളെ കിഡ്നാപ്പ് ചെയ്തു? വൈ? എന്നാ ഓലത്താണ്? ആ കണ്ണനും കുട്ടനും ഉണ്ണിയൊക്കെ ആടെ ഉണ്ടായിട്ട് യു ടേക്ക് ഹർ അവേ. ആ ബനാന ട്രീസിനെയൊക്കെ എന്തിനു കൊള്ളാം? കുട്ടൻസ് ओके ओके बोलो कहाँ है तुम्हारा मॉल नाउ? പറയടാ തിരുട്ടും മൂഞ്ചി. റോങ് നമ്പർ. എന്തായിരുന്നത്? ഇതിലും പേദന്റെ ലച്ചൂട്ടിയെന്ന്. നാളെ മുട്ടായി കാണിച്ചാ കേട്ടാ. ഡയറി മിൽക്ക് ഓറിയോ. ദേ വീണ്ടും വിളിക്കുന്നു. എന്നാ മീനാച്ചി ഫോൺ എടുക്ക്. ഉണ്ണിയേട്ടൻ കോൾ അറ്റൻഡ് ചെയ്തു. ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം. ഞാന് എനക്കൊന്നും വേണ്ട. മോനെ കണ്ണ പൊന്നുമോനെ ഫോൺ എടുക്കടാ. സോറി, ഐ ആം ബിസി. അല്ല മെഹറു? ഇങ്ങോട്ട് താടാ, ഞാൻ സംസാരിക്കാം. ആ പിടി പിടി, അതൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഹലോ. നല്ല പാറക്കടിക്കണ സൗണ്ട്.
നല്ല പരിചയം ഉണ്ടല്ലോ. നിന്റെ തള്ളയാടി. ഓ മൈ ഡിയർ മമ്മി. തെറി വിളിച്ചേട്ടാ. ഏയ് ഇത് വിവരമില്ലായ്മ. മോളെ മീനു, 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പരീക്ഷക്ക് നിനക്ക് 100ൽ എത്രയും മാർക്ക്? ഓൺലി 2. ആ, അത് ഓർമ്മ വേണം. No bro, मैं कन्नूर not living. मैं living at Canada. കുട്ടൻസ്, സോറി പ്ലീസ് എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ കുട്ടൻസ്. ഇറ്റ് ഹേർട്സ്. കുട്ടൻസ് സ്റ്റോപ്പ് ഇറ്റ്. എന്തെങ്കിലും ഒന്ന് പറ. എത്ര സമയം ഞാൻ ചോദിക്കണു. ഓക്കേ, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഞാൻ സോറി പറഞ്ഞില്ലേ. then why are you doing like this? പിന്നെ ഞാൻ എന്താ വേണ്ടേ? നിന്നെ തല്ലണോ അതോ ചീത്ത പറയണോ? എന്നിട്ട് നീ കിടന്ന് മോങ്ങുമായിരിക്കും. കണ്ണു നിറയുന്നതും ഞാൻ തന്നെ കാണണ്ടേ? വേണ്ടേ വേണ്ടേന്ന് പറ്റൂലടി. നിന്റെ കണ്ണൊന്നും നിറയുന്നത് പോയിട്ട് നിന്റെ മുഖം ഒന്നും മങ്ങുന്നത് വരെ എന്നെ കൊണ്ട് സഹിക്കാനാവൂല. പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നെ തെരഞ്ഞു നടന്നപ്പോ നീ എവിടെയായിരിക്കും, നീ ഓക്കെ ആയിരിക്കോ, നീ പേടിച്ചു പോയിട്ടുണ്ടാവോ എന്നൊക്കെ ഓർത്ത് എന്റെ ചങ്ക് കിടന്ന് പെടയുമായിരുന്നു. എന്റെ പെണ്ണിനൊന്നും വരുത്തില്ല മുത്തപ്പാന്ന് മാത്രം എന്റെ മനസ്സ് പറഞ്ഞത്. സോറി, എനിക്കൊന്നും പറ്റിയില്ലല്ലോ. നിനക്കെന്തെങ്കിലും പറ്റിയിരുന്നേ? ഒരു നിമിഷം ഞാൻ വൈകിയിരുന്നെങ്കിൽ? പറ്റൂലടി. ഒരു നിമിഷം പോലും നീ ഇല്ലാണ്ട് ജീവിക്കാൻ എനിക്ക് പറ്റൂല. അത്രക്ക് സ്നേഹിച്ചുപോയി. ഇഷ്ടമടി നിന്നെ. നീ ഇല്ലാണ്ട് പറ്റൂല. നിനക്ക് എന്നെ വിട്ട് പോലെ തെങ്ങും. കണ്ണു നിറയാണ്ട് ഞാൻ നോക്കിക്കോളാം. എന്നും എന്റെ കൂടെ നീ ഉണ്ടാവണം. ഐ ലവ് യു ദേവു. ദേവു, I love you. रब ने